ഉണ്ണി മുകുന്ദൻ ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നോർത്ത് ഇന്ത്യയിൽ പോലും മാർക്കോയാണ് തിയേറ്ററുകളിൽ മുന്നിൽ നിൽക്കുന്നത്. ഹിന്ദി നടന്മാരൊക്കെ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. യഥാർത്ഥത്തിൽ അതൊരു വലിയ അത്ഭുതപൂർവ്വം നമ്മൾ പറയുന്ന കാര്യമൊന്നുമല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം ഈ ഒരു സാധാരണ നടനായി വന്നുകൊണ്ട് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ ഒരു നടനാണ്. മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ 100 കോടിയിലേക്ക് എത്തിയിട്ട് അതിനെ ഉണ്ണിയുടെ വിജയമായി കാണാതെ അത് അയ്യപ്പൻ്റെ വിജയമാക്കി മാറ്റിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ചില മാധ്യമങ്ങൾ അവർ പറഞ്ഞത് അത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ വിജയത്തെ, തിളക്കത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ ഉണ്ണി മുകുന്ദന് ആയി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചില പ്രണയമൊക്കെയാണ് അതിൽ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കാര്യം? ഉണ്ണി മുകുന്ദൻ ആരെയെങ്കിലും പ്രേമിച്ച് വീഴ്ത്തിയോ? ഉണ്ണി മുകുന്ദൻ വിവാഹിതനാകും, വിവാഹിതനാകും, ഇതൊക്കെയാണ് ആരാധികമാർക്ക് അറിയേണ്ടത്. മാധ്യമങ്ങളിൽ ചില കുറച്ച് ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ണി മുകുന്ദനോട് ചോദിക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ച് തമിഴിലെ ഒരു നടി അനുഷ്കയുമായി ബന്ധപ്പെട്ട് ഉണ്ണി ഒരു സിനിമ ചെയ്തിരുന്നു. അതിൽ അവരുടെ പ്രണയരംഗങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഉണ്ണി മുകുന്ദനെ അനുഷ്കയും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് പല ഗോസിപ്പുകളും വന്നു. പിന്നീട് പ്രഭാസുമായുള്ള അഭിനയത്തിന്റെ ബാഹുബലിയുടെ അഭിനയത്തോടു കൂടി അനുഷ്കയെ പ്രഭാസിന്റെ തലയിൽ വെക്കാനൊക്കെ ശ്രമിച്ചു. ഉണ്ണി മുകുന്ദൻ അനുഷ്ക ഇഷ്ടമാണ് എന്ന് പറയുകയും ചെയ്തു. അനുഷ്ക സുന്ദരിയല്ലേ, നല്ല രസമല്ലേ അനുഷ്കയെ കാണാൻ. അപ്പോ പ്രഭാസും അനുഷ്കയും രംഗത്തെത്തിക്കൊണ്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്, അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്ടങ്ങളൊന്നുമില്ല, പരസ്പരം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ മടിയുമില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഉണ്ണി മുകുന്ദൻ, ആര്യ, റാണ ദഗുപതി തുടങ്ങിയവരെല്ലാം അനുഷ്കയുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട്. ഉണ്ണി മുകുന്ദൻ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിച്ച നടിയാണ് അനുഷ്ക. എന്നാൽ അനുഷ്ക കുറച്ച് നടന്മാരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇതിൽ ഒരാൾ മലയാളിയാണ്. ഒരുമിച്ച് അഭിനയിച്ച ഉണ്ണി മുകുന്ദനാണ് അനുഷ്ക ഫോളോ ചെയ്യുന്ന ഈ നടനെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിൽ തെറ്റി. അല്ല, ദുൽഖർ സൽമാനെയാണ് അനുഷ്ക ഫോളോ ചെയ്യുന്നത്. ദുൽഖറിന്റെ അഭിനയം, ദുൽഖറൊക്കെ ഒരു വേറിട്ട് അഭിനയം കാഴ്ചവെക്കുന്ന ഈസി മാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ദുൽഖറിന്റെ അഭിനയമൊക്കെ. പക്ഷെ പുള്ളി കെട്ടിപ്പോയി. ഫോളോ ചെയ്യുന്നതിന് കല്യാണം കഴിച്ചതും തമ്മിൽ ബന്ധമില്ലല്ലോ. പിന്നെ ഒരു കല്യാണം കഴിച്ചെന്ന് കരുതി ഇപ്പൊ പ്രണയം ഇല്ലാതാവണമെന്നില്ലല്ലോ. വളരെ ശരിയാണ്. പ്രണയം കഴിച്ചവർക്കും പ്രണയിക്കാം. പാർത്ഥൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ പാർത്ഥന്റെ പ്രണയം ഇല്ലാണ്ടാവോ? പ്രണയം ഒരിക്കലും നശിക്കുന്നില്ലല്ലോ. പൂവിനോടും പൂമ്പാറ്റയോടും വരെ പ്രണയം ഉണ്ടാകാം. പാർത്ഥന്റെ പൂവിനോടും പൂമ്പാറ്റയോടും ഒന്നും ആയിരിക്കൂല പ്രണയം. അല്ല, അത് പാർത്ഥന്റെ ഇഷ്ടമാണ്. ആ വ്യക്തി ജീവിതത്തിൽ ഞാൻ കയറി തലയിടുന്നില്ല. എനിക്ക് ഗന്ധർവ സ്ത്രീകളോടും അപ്സരസുകളോടും ഒക്കെയാണ് പ്രണയം എന്ന ധന്യ ആ രസം ഞാൻ ധന്യോട് പറഞ്ഞു എന്ന് കരുതി അതിങ്ങനെ പരസ്യമായി പറയാൻ പാടില്ല. ആണോ? അങ്ങനെയാണോ? ശരി. അപ്പോ ഉണ്ണി മുകുന്ദൻ അനുഷ്കയെ കല്യാണം കഴിക്കും. ഉണ്ണി മുകുന്ദൻ ആരെ കല്യാണം കഴിക്കും? ഇടയ്ക്ക് അനുശ്രീയെ കല്യാണം കഴിക്കും. പിന്നെ മഹിമ നമ്പ്യാരുടെ പേരൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു. മഹിമ വളരെ സുന്ദരിയായിരുന്ന നടിയല്ല? മഹിമ, അതെ, നല്ല നടിയാണ്. അപ്പോ ഉണ്ണി ആരെ കെട്ടും? ഇതാണ് ചോദ്യം. ഇപ്പോ അനുഷ്ക ഉണ്ണിയെ ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് വേറൊരു തലത്തിലേക്ക് ചർച്ചകൾ പോയനെ. ഇവരുടെ മനസ്സിൽ ഉണ്ണി മുകുന്ദനെ കുറിച്ചോ അല്ലെങ്കിൽ അനുഷ്കയെ കുറിച്ചോ വലിയ ചർച്ചകൾ ഉണ്ടാകില്ല. ഇവരാ തരത്തിലായിരിക്കില്ല. നല്ല സുഹൃത്തുക്കളായിരിക്കും, പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളായിരിക്കും. പക്ഷേ പിന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഈ കല്യാണം കഴിഞ്ഞ് മകന് 30-31 വയസ്സായ മോഹൻലാലിനെ ഇപ്പോഴും സ്ത്രീകളോടൊപ്പം ചേർത്ത് വായിക്കുന്നവരാണ് മലയാളത്തിലുള്ളവർ അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കഴിവ്. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. അപ്പോ അതുകൊണ്ട് അതിൽ അസൂയപ്പെട്ടൊരു കാര്യമല്ല അത്. എനിക്ക് അസൂയൊന്നുമില്ല. ധന്യോടല്ല, ഈ കമന്റോളികളോടാണ്. അല്ല, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിപ്പോ ആരെ ഇപ്പോ എനിക്ക് തോന്നുന്നതിൽ മലയാളികൾ പ്രവചിച്ചതിൽ ഏറ്റവും കൂടുതൽ സത്യമായത് കാവ്യമാധവന്റെ ആയിരിക്കും. മീശമാധവൻ ഇറങ്ങിയതിന് ശേഷം ഇവർ നല്ല ജോഡികളാണ്, ഇവർ സൂപ്പർ ജോഡി. ഇവർ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ എന്ന് കമന്റ് ഇട്ടവർ ഇവർ കല്യാണം കഴിച്ചതിന് ശേഷം നീയാ മഞ്ജുവാരനെ പറ്റിച്ചിട്ടല്ലേടാ നീ കാവ്യമാധവനെ കെട്ടിയത്? ഇതൊക്കെ എങ്ങനെ തോന്നിയടാ ആ പാവ പെങ്കൊച്ചിനെ പറ്റിക്കാൻ? നേരെ ഉൾട്ടയടിച്ചു. അപ്പോ ഈ മലയാളിയുടെ സ്വഭാവം അങ്ങനെയാണ്, അതൊരിക്കലും മാറില്ല എന്നതാണ്. ഇപ്പോ ഉണ്ണി മുകുന്ദനോട് എല്ലാ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളും ചോദിക്കും, കല്യാണം ഉണ്ടാവുമോ? കല്യാണം കഴിക്കുമായിരിക്കും.
നല്ലൊരാൾ വരട്ടെ, നമുക്ക് പറ്റുന്ന ഈ സിനിമയിലൊക്കെ നിൽക്കുന്നവർക്ക് സൈക്കോ ആയിട്ടുള്ള ആളുകളും സംശയരോഗമുള്ളവരും ടോർച്ചറിങ് ആയിട്ടുള്ള ആളുകളും ഒന്നും പറ്റത്തില്ല അല്ലേ? കാരണം അവരെപ്പോഴും മറ്റുള്ള സ്ത്രീകളുമായും ഒക്കെ ഇടപഴകുന്നവരാണ് സിനിമാ മേഖലയിൽ. അപ്പൊ അത്തരത്തിൽ അത് തിരിച്ചറിയാൻ കഴിവുള്ളവരെ കല്യാണം കഴിച്ചാൽ മാത്രമേ അവരുടെ ആ ഫീൽഡ്, ഇപ്പോൾ ജയറാം പാർവതി, സംയുക്ത വർമ്മ, ബിജു മേനോൻ, ദിലീപ്, മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് പിരിഞ്ഞു പോയെന്നുള്ളത് അവരുടെ സ്വകാര്യം, അത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെ എത്ര പേർ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ എങ്കിലും കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് കുറച്ചുകൂടി ഇവരൊക്കെ എന്നുള്ളത്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയൊക്കെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും പിന്നെ ഇപ്പോൾ തനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ വരുന്നത് വരെ ഉണ്ണി മുകുന്ദൻ കാത്തിരിക്കും എന്നുള്ള അറിയിപ്പായിരിക്കും അദ്ദേഹം ആരാധികമാർക്ക് നൽകിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ഒരു ആഞ്ജനേയ ഭക്തനാണ്. അപ്പോൾ ആഞ്ജനേയ ഭക്തൻ എന്ന് പറയുമ്പോൾ പിന്നെ വളരെ ഹനുമാനെ ഉപാസിക്കുന്ന ആളുകൾക്ക് എന്താണ് ചില ബ്രഹ്മചര്യമൊക്കെ എടുത്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ദൃഢനിശ്ചയമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു സ്പിരിച്വൽ കാഴ്ചപ്പാട് ഉണ്ണി മുകുന്ദൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അദ്ദേഹം അത് പറയാനും ഒരിക്കലും പറയില്ല എനിക്ക് ഉപാസനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ എന്താണ് ഞാൻ ആഞ്ജനേയ ഭക്തനാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാര്യം പോലും ഉണ്ണിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഉണ്ണി അത് പറഞ്ഞാൽ പോലും വലിയ വിവാദമാവും. അതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ പോവുകയാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. മേ ബി അങ്ങനെ സംഭവിച്ചേക്കാം. എന്തായാലും മാർക്കോ വലിയ വിജയത്തിലേക്ക് പോവുകയാണ്. മാർക്കോയുടെ വിജയം പലരെയും പിന്നെ എന്താ പറയുക വിഷമത്തിലാക്കുന്നുണ്ട്, പലരെയും സന്തോഷത്തിലാക്കും. ഹരിയണ്ണനെ പോലുള്ളവരെയൊക്കെ വലിയ രീതിയിൽ സങ്കടത്തിലാക്കുന്നുണ്ട് മാർക്കോയുടെ വിജയം എന്ന് പറയുന്നത്. ഈ മാർക്കോയിൽ ഒരു സീനുണ്ട്. അതായത് തുടങ്ങുമ്പോൾ തന്നെ ഈ മാർക്കോയിൽ ഒരു യൂട്യൂബറെ ഈ പറയുന്ന ഒരു കാറിനകത്ത് വെച്ച് പട്ടിയെ പോലെ കൊല്ലുന്നത് പോലെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അത് കണ്ടിട്ട് ഹരിയണ്ണൻ പറയുന്നുണ്ട് ഇതിലെ വില്ലൻ ഞാൻ തന്നെയാണ്, ഉണ്ണി മുകുന്ദൻ്റെ വില്ലൻ ഞാനാണ്, അപ്പോൾ എന്നെയൊക്കെ വില്ലനാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അടിയിലൊരുത്തം വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, എടേ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിന്നെ കാറിലിട്ടൊരു യൂട്യൂബറെ പട്ടിയെ പോലെ കൊല്ലുന്നുണ്ട്, അതോടെ നിന്റെ കഥ കഴിഞ്ഞു, അവിടെ അവസാനിച്ചു നീ, എന്നിട്ടാണ് സിനിമ തുടങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ല, ഉണ്ണി മുകുന്ദനൊക്കെ എതിരെ വില്ലനാവാനുള്ള വളർച്ചയൊക്കെ ഹരിയണ്ണ ആയിട്ടുണ്ടോ? പക്ഷെ പുള്ളി പറയുന്നത് എന്താണെന്നറിയോ, ഉണ്ണി മുകുന്ദൻ എന്നെ വില്ലനായി കാണുന്നു, പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം, എന്നെ ഉണ്ണി മുകുന്ദൻ വില്ലനായി കാണുന്നു എന്നതിലപ്പുറത്ത് ഞാനിനി എന്തിന് ജീവിച്ചിരിക്കണം, അത്രയ്ക്ക് വലിയൊരു അപമാനമുണ്ടോ എന്നാണ് മഹാൻ ചോദിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിച്ചിട്ട് ഇവൻ ഇനി എത്ര കുളി കുളിച്ചാലാണ് നേരെയാവുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ തൊലിക്കട്ടി. അല്ല, അതിന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാൻ 4 തെറി വിളിക്കുമ്പോൾ നിന്റെ ഭാര്യയും അമ്മയും പെങ്ങളും അരി വാങ്ങി തിന്നുന്നുണ്ട് എങ്കിൽ 2 തെറി കൂടുതൽ വിളിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം നിന്റെ വീട്ടിൽ ആ തെറി കൊണ്ട് അരി മേടിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ 4 തെറി കൂടെ വിളിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇവരുടെയൊക്കെ ഈ ഫാൻറ്റസി, നമ്മളെല്ലാവരും ഫാൻറ്റസി ലോകത്തല്ലേ അല്ലേ? ഇപ്പോൾ പല കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മളിവരെയൊക്കെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അടുത്തറിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സ്നേഹിക്കാൻ തോന്നില്ലായിരിക്കും. അല്ല, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന അനുസരിച്ചല്ലേ. ഇപ്പം എന്നോട് എന്നെക്കുറിച്ച് ഇപ്പൊ എൻ്റെ ഭർത്താവിനോട് കറക്റ്റായിട്ട് ചോദിച്ചാൽ മാത്രമേ ഞാൻ ആരാണ്, എൻ്റെ സ്വഭാവം ആരാണെന്ന് കൃത്യമായി മനസ്സിലാകും. ഈ പണ്ടുള്ള ആളുകൾ പറയും കൂടെ കിടക്കണവർക്ക് അറിയാവൂ. അതുപോലെയാ കൃത്യമായി നമ്മൾ ചിന്തിച്ചു നോക്കും വാർത്ത, നമ്മളെല്ലാ കഥാപാത്രങ്ങളെയാണ് സ്നേഹിക്കുന്നത്, ആ വ്യക്തികളെ അല്ല. നമ്മുടെ മോഹൻലാലിനെ സ്നേഹിക്കുന്നത് എന്താണ്? മോഹൻലാലിന്റെ വീരപരിവേഷമായ പല കഥാപാത്രങ്ങളിലൂടെ, സ്ഫടികം അതിലെ മോഹൻലാലിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, 6-ാം തമ്പുരാനിലെ മോഹൻലാലിനെ, നമ്മൾ സതയത്തിലെ മോഹൻലാലിനെ നമ്മൾ സ്നേഹിക്കുന്നത്, ചെങ്കോലിലെയും കിരീടത്തിലെ മോഹൻലാലിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ശരിയാണ്. അപ്പൊ അതുപോലെയാണ് എല്ലാ ആളുകളും. നമ്മൾ ആ കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്നു, അടുത്ത സിനിമ അവര് നല്ല കഥാപാത്രം ചെയ്യുമ്പോൾ അതിനെ സ്വീകരിക്കും, ഇല്ലെങ്കിൽ പോരാ എന്ന് പറഞ്ഞ് നമ്മളും തള്ളിക്കളയും. എന്തായാലും ഉണ്ണി അടുത്ത കാലത്തൊന്നും കല്യാണം കഴിക്കില്ല എന്ന് ആരാധകർ പറയുന്നു. കഴിക്കട്ടെ, കഴിക്കാതിരിക്കട്ടെ, അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം.